ഈ ചരിത്രം വിശദീകരിച്ച് തബഖാത്തു ഷാഫിയ്യത്തുൽ കുബ്രയിലും റൂഹുൽ ബയാനിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റാത്തൊരു സംഗതി സംഭവിച്ചു എപ്പോഴേക്ക് സംസാരത്തിൽ അതും ഹൈറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു വിക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര തൗഫീക്ക് മുടങ്ങിപ്പോകും. ഹലാല് മാത്രമായിരിക്കണം നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ്. ഈ ഹലാലല്ലാത്ത ഫുഡ് നമ്മൾ കഴിച്ചാൽ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമ്മൾ ദ്വാരക്കുന്ന ദുആയിന് ഉത്തരം കിട്ടൂല. മത്അമുഹു ഹറാം, മൽബസുഹു ഹറാം. അവൻ കഴിക്കുന്ന, അവൻ ധരിക്കുന്ന, അവൻ കുടിക്കുന്ന എല്ലാം ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു, പിന്നെ എങ്ങനെയാണ് ദുആയിന് ഉത്തരം കിട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അതാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട്. നബിയെ, ഞാൻ ദുആർക്കുന്ന ദുആയിനൊക്കെ ഉത്തരം കിട്ടണം. ദുആയിന് ഉത്തരമുള്ള നാവാവണം എൻ്റെ നാവ്. അതിനെന്താ വഴി? അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. ഓ, എന്താ വർത്താനം നോക്കിയേ. കഴിക്കുന്ന ഫുഡ് ഹലാലാവണം മോനെ, എങ്കിൽ നിന്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു പ്രശ്നവും കിടപ്പുണ്ട് അവിടെ. എന്താ പ്രശ്നം? ഹലാലല്ലാത്ത ഫുഡ് നമ്മളെ വയറ്റിലെത്തിയാൽ നമ്മുടെ ഖൽബ് വേഗം ചീത്തയാവും. ആരെ കണ്ടാലും മോശം ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഭാര്യയും ഭർത്താവും ഈ ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ ഇത് കാമുകനും കാമുകയാണ്, വെളുത്ത എല്ലാ പിള്ളേരെന്നെ കണ്ട. ഇയാൾക്ക് ആരെ കണ്ടാലും മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അയാള് ഉസ്താദിന്റെ മുമ്പിൽ വലിയ ആളാവാൻ ശ്രമിക്കുന്ന ആളാണ്. മറ്റേ ആള് സ്റ്റേജിൽ കസേര കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളാണ്. ഇയാൾ പേസന്റ് ആളാണ്. ഇയാൾ ബാഡ്ജ് കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളാണ്. എല്ലാരെ കുറിച്ചും മൂപ്പർക്ക് മോശം വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇയാൾ സ്വന്തത്തിനെ കുറിച്ച് ഞാൻ അൽഹംദുലില്ലാ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല. കണ്ട, എന്നാ ഹലക്കന്നാസ്, നാട്ടുകാരും മുഴുവനും മോശമാണെന്ന് ഒരാളുടെ ഖൽബിൽ എന്തുകൊണ്ട് ചിന്ത വരുന്നു? അയാൾ കഴിക്കുന്ന ഫുഡിൽ ഒരു പ്രശ്നം പറ്റിപ്പോയി. ഇതെന്റെ വക പറയണല്ല. തഹാറത്തുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ദന്നി ബിജമീഇൽ ഇബാദ് എന്ന് ഈ വിഷയത്തിൽ ഒരു കിതാബ് തന്നെ ഉണ്ട്. ഇത് ഒരു വള്ളിയല്ല, 2 വള്ളിയുള്ള കിതാബാണ്. ഇത് 1 വള്ളി മാത്രം. ഇമാം ഷാറാനി റഹിമഹുള്ളയുടെ കിതാബ്. ഇതിൽ കാണാം ഈ പറഞ്ഞ ആശയം. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് ഹലാലാണെന്ന് ഉറപ്പിക്കണം. ഹലാലാണെന്ന് ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഖൽബ് വേഗം